ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന ചാപ്റ്ററിൽ അല്ലേ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് രണ്ട് കേസസ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ കോയിൻ നമ്മളെ ഹെഡും ടൈലും ഒക്കെ ഉള്ള കോയിൻ അത് ടോസ് ചെയ്യുന്ന കേസ്. രണ്ടാമത്തെ കേസ് നമ്മൾ ഡൈയിലടാ നമ്മൾ ഏണിയും പാമ്പും അല്ലേ, സ്നേക്ക് ആൻഡ് ലൈഡേഴ്സ് ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ഇടുന്ന ഇതില്ലേ, ഡൈ ഇല്ലേ, ഡൈസ് 1 മുതൽ 6 വരെ നമ്പറുള്ള ഡൈ, അതിന്റെ കേസാണ് രണ്ടാമത്തെ കേസ്. ഈ രണ്ട് കേസസും വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ എക്സാമിന് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇടാറുണ്ട്. സോ ഈ രണ്ട് കേസും നമ്മളിന്ന് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പോവാണ്. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കുക. ആൻ അൺബയാസ്ഡ് ഡൈ ഈസ് ത്രോൺ. മക്കളെ, അൺബയാസ്ഡ് ഡൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ പറയുക ഉദ്ദേശിക്കുന്നത്, അതിലുള്ള ഏത് നമ്പർ വരാനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഡൈ മേലോട്ട് എറിയാം, 1 കിട്ടാനുള്ള ചാൻസും 2 കിട്ടാനുള്ള ചാൻസും 3 കിട്ടാനുള്ള ചാൻസും 4 വീഴാനുള്ള ചാൻസും 5 വീഴാനുള്ള ചാൻസും 6 വീഴാനുള്ള ചാൻസും ഒക്കെ എന്താ ഈക്വൽ ആണ്. എന്നാൽ അൺബയാസ്ഡ് അല്ലാത്ത കേസ് ഉണ്ടാവുമോ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇല പറിച്ചിട്ട് നിങ്ങളൊന്ന് മേലോട്ട് ഇട്ട് വെക്കുക. അതെങ്ങനെയാണോ താഴെ വീഴുന്നത് എന്നിട്ട് വീണ്ടും എടുക്കുക, എന്നിട്ട് വീണ്ടും ഒന്ന് മേലോട്ട് ഇട്ടുക, അത് താഴെ വീഴുന്ന നോക്കുക. 2 പ്രാവശ്യവും താഴെ വീണത് മിക്കവാറും ഒരേ ഭാഗമായിരിക്കും. അതെന്തുകൊണ്ടാ? അത് ആ ഒരു ഇലേന്റെ ഷേപ്പ് അങ്ങനെയാണ്. അതിങ്ങനെ കറങ്ങി ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയല്ല മിക്കവാറും. അപ്പൊ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വീഴും. അത് അതിന്റെ എന്താ പറയാ, ഷേപ്പിന്റെ പ്രശ്നമാണ്. അത് ബയാസ്ഡ് ആണ്. അത് അതിന്റെ ഒരു ഫേസിൽ വീഴാൻ കണക്കാക്കിയിട്ടാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. എന്നാൽ അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് ഷേപ്പിൽ വേണേ വീഴാൻ തയ്യാറായിട്ടാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ഏത് നമ്പർ വേണേ വരാനുള്ള, അല്ലെങ്കിൽ ഏത് എല്ലാ ഔട്ട്കമും വരാനുള്ള പ്രോബബിലിറ്റി സെയിം ആയിരിക്കും. അതാണ് അൺബയാസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു അൺബയാസ്ഡ് ഡൈ എറിഞ്ഞേ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ? സിമ്പിൾ ആണ്. എത്ര ഈവൻ നമ്പർ ഉണ്ട് ഡൈമില്? 2 ഒരു ഈവൻ നമ്പർ ആണ്, 4 ഒരു ഈവൻ നമ്പർ ആണ്, 6 ഒരു ഈവൻ നമ്പർ ആണ്. ടോട്ടൽ എത്ര ഈവൻ നമ്പർ ആയി? 3 ഈവൻ നമ്പർ ഉണ്ട്. 3 ഈവൻ നമ്പർ. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ഡൈമിൽ? 1 മുതൽ 6 വരെ 6 നമ്പേഴ്സ്. സോ 3/6, അഥവാ 3/6 ചെറുതാക്കിയാൽ 1/2 അല്ലെ. 3 ഒരു തവണ, 6 2 തവണ, 1/2. ഇനി എ മൾട്ടിപ്പിൾ ഓഫ് 3ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 3ന്റെ മൾട്ടിപ്പിൾ എത്ര ഉണ്ട് ഡൈമില്? 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 3 3ന്റെ മൾട്ടിപ്പിളാ, 6 3ന്റെ മൾട്ടിപ്പിളാ, 9 3ന്റെ മൾട്ടിപ്പിളാ. പക്ഷെ 9 ഡൈമിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ 3 6 മാത്രമേ ഡൈമിലുള്ളൂ. എത്രണ്ണായി? 2 സോ 2/6, അഥവാ 2/6 എന്ന് പറഞ്ഞാൽ 2ൽ 2 ഒരു തവണ, 6ൽ 2 3 തവണ, 1/3. 2 2 3 6. ഓക്കെ, ഇനി ആൻ ഇവൺ നമ്പർ ഓർ എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇവിടെ ഇവൺ നമ്പറും വരാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 വരാം. എത്ര ഇവൺ നമ്പർ ഉണ്ടടാ? 3 ഇവൺ നമ്പർ ഉള്ളത് അല്ലെ, ഡൈമിൽ 3 ഇവൺ നമ്പർ ഉള്ളത്. എത്ര മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ട്? 2 മൾട്ടിപ്പിൾ ഓഫ് 3 ഉണ്ട്. സോ ടോട്ടൽ എത്ര ആയി? ഇവൺ നമ്പറും വരാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആയാലും മതി അല്ലെ. ഇവൺ നമ്പറും ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആയാലും മതി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കുക, ഇവൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 2 പിന്നെ 4 6. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 3 6. അപ്പൊ ഇതെല്ലാം കൂടി എണ്ണുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എണ്ണണ്ട. 6 ഇവിടെ ഒരു പ്രാവശ്യം വന്നിക്കില്ലേ, അത് പിന്നെ എണ്ണണ്ട, ഒരു പ്രാവശ്യം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ എത്രണ്ണായി? 1 2 3 4. 4/6. ഈ ക്വസ്റ്റ്യൻ പല കുട്ടികളും തെറ്റിക്കും. അവരെന്ത് ചെയ്യുന്നറിയോ? 3 + 2 5 എന്ന് എഴുതും. പക്ഷെ എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 6 എന്ന് പറയുന്ന നമ്പർ ഇവൺ നമ്പറിലും വരുന്നുണ്ട്, മൾട്ടിപ്പിൾ ഓഫ് 3ലും വരുന്നുണ്ട്. അപ്പൊ അത് 2 പ്രാവശ്യം വരാനുള്ള പ്രോബിലിറ്റി നമ്മൾ എടുക്കരുതല്ലോ, ചാൻസ് നമ്മൾ എടുക്കരുതല്ലോ. 6 വരാം, 4 വരാം, 2 വരാം, 3 വരാം. തേർഡ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ വരാം? 2 വന്നാൽ മതി, അല്ലെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 6 വരാം, അല്ലെങ്കിൽ 3 വരാം. അതായത് 4 എണ്ണം വന്നാൽ മതി. അപ്പൊ 4/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇവൺ നമ്പർ ആൻഡ് എ മൾട്ടിപ്പിൾ ഓഫ് 3. ഒരു ഇവൺ നമ്പറും അതേപോലെ മൾട്ടിപ്പിൾ ഓഫ്, ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ എ നമ്പർ 3 or 4. 3 or 4 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 3 അല്ലെങ്കിൽ 4, 2 അപ്പൊ 2/6 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/3. പിന്നെ ഒരു ഓഡ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ഓഡ് നമ്പർ ഏതൊക്കെയാ? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 3 ഉള്ളത്. സോ 3/6, അഥവാ 1/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ നമ്പർ ലെസ് ദാൻ 5. 5നേക്കാളും കുറവുള്ള നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി. 5നേക്കാളും കുറവുള്ള നമ്പർ ഏതൊക്കെയാ? 1 2 3 4, 4 4/6, അഥവാ 2/3. ഇനി അടുത്തത്, എ നമ്പർ ഗ്രേറ്റർ ദാൻ 3. 3നേക്കാളും വലിയ നമ്പർ ഏതൊക്കെയാ? 4 5 6, 3 അല്ലെ. 3നേക്കാളും വലുതെന്ന് പറഞ്ഞാൽ 4 5 6, 3.
3/6 അഥവാ 1/2 ഒരു 3 3 2 3 6. ഓക്കെ. നമ്പർ ബിറ്റ്വീൻ 3 and 6 3ന്റെ 6ന്റെ ഇടയിലുള്ള നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി. 3ന്റെ 6ന്റെ ഇടയിലുള്ള നമ്പർ ഏതൊക്കെയാ? 4 5 4 5 അല്ലെ? 4 5 അപ്പൊ എത്ര ഉണ്ട്? 2 2/6 അഥവാ 1/3 കഴിഞ്ഞു. ഇങ്ങനെയാണ് ഡൈന്റെ കേസിലുള്ള പ്രോബ്ലംസ്. നമ്മൾ ഡൈന്റെ കേസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 9 പ്രോബ്ലംസോളം നമ്മൾ പഠിച്ചേ. 9 പ്രോബ്ലംസോളം നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ കോയിന്റെ കേസിലേക്ക് പോവാണ്. കോയിൻ സിംഗിൾ കോയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 1/2 1/2 ഹെഡ് വീഴാനുള്ള പ്രോബിലിറ്റി ആണെങ്കിലും ടെയിൽ വീഴാനുള്ള പ്രോബിലിറ്റി ആണെങ്കിലും രണ്ടും എന്താ വരിക? 1/2 1/2 ആണ്. എന്നാൽ 2 കോയിൻസ് ഒരുമിച്ചെറിയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ടാവും? നമ്മൾ ഡൈ ഇടുമ്പോൾ ടോട്ടൽ എത്ര ഔട്ട്കംസ് വരേണ്ടത്? ആക്ച്വലി 1 മുതൽ 6 വരെ ഏത് വേണേ വരാം. ടോട്ടൽ 6 എണ്ണം ഉണ്ടാവാം. ഇവിടെ 2 കോയിൻസ് ഒരുമിച്ചിടുമ്പോൾ എന്തൊക്കെ വരാം? ഈ കയ്യിൽ ഒരു കോയിൻ ഉണ്ട്, ഈ കയ്യിൽ ഒരു കോയിൻ വിചാരിക്കാം. രണ്ടും ഹെഡ് വരാം അല്ലെ? ഇതും ഹെഡ് ഇതും ഹെഡ്. അപ്പൊ HH ഹെഡ് അതൊരു ചാൻസ് ആണ്. പിന്നെ എന്ത് വരാം? നമ്മൾ എല്ലാ ചാൻസും ഒന്ന് എഴുതി വെക്കാണേ. സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി വെക്കാം. HH വരാം. പിന്നെയോ രണ്ടും ടെയിൽ വരാം. TT രണ്ടും ടെയിൽ വരാം. പിന്നെ ഇത് ഹെഡും ഇത് ടെയിലും വരാം. ആദ്യം ഹെഡും പിന്നെ ടെയിലും. പിന്നെ ഇത് ടെയിലും ഇത് ഹെഡും വരാം. അഥവാ ആദ്യം ടെയിലും പിന്നെ ഹെഡും വരാം. ഇങ്ങനെ 4 ചാൻസ് ആണുള്ളത് അല്ലെ? 1 ചാൻസ് 2 ചാൻസ് 3 ചാൻസ് 4 ചാൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 2 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാ? ഇതിൽ 2 ഹെഡ് ഏതാണുള്ളത്? ഇതല്ലേ? അത് ഒരൊറ്റയൊന്നേ ഉള്ളൂ അല്ലെ? 2 ഹെഡിൽ ഒരൊറ്റയൊന്നേ ഉള്ളൂ. അപ്പൊ 1/1 ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 എണ്ണം. 1/4 1/4. ഇനി ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? ഒരൊറ്റ ഹെഡ് മാത്രം എവിടെയൊക്കെ ഉണ്ട്? ഇതിലൊരൊറ്റ ഹെഡ് ഉള്ളൂ, ഇതിലും ഒരൊറ്റ ഹെഡ് ഉള്ളൂ. സോ ടോട്ടൽ എത്ര? 2 എണ്ണം. അപ്പൊ 2/4 അഥവാ 2/4 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? ദാറ്റ്സ് 1/2. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരൊറ്റ ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാ? ഒറ്റ ടെയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ടെയിൽ മാത്രമല്ല ഏതൊക്കെയാ? ഇതിലൊരൊറ്റ ടെയിൽ ഉള്ളൂ. അപ്പൊ 2 എണ്ണത്തിൽ ഒറ്റ ടെയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ 2 എണ്ണം ഉണ്ടാവുക. 2/4 എത്രയാ? അതും 1/2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നാ പറയുന്നത്. മിനിമം 1 ഹെഡ് ഉണ്ടാവണം. മാക്സിമം അതിൽ കൂടിയാലും കുഴപ്പമില്ല. മിനിമം 1 ഹെഡ് എങ്കിലും ഉണ്ടാവണം. അതായത് ഏതൊക്കെ പറ്റും? അതിൽ ഇത് പറ്റും, മിനിമം 1 ഹെഡ് ഉണ്ട്. ഇതും പറ്റും, മിനിമം 1 ഹെഡ് ഉണ്ട്. ഇതും പറ്റും. കാരണം എന്താ? അവിടെ മിനിമം 1 ഹെഡ് ഉണ്ട്. അതിൽ കൂടിയാൽ കുഴപ്പമില്ലല്ലോ. 2 എണ്ണമായ കുഴപ്പമില്ല. മിനിമം 1 ഹെഡ് ഉണ്ട്. അപ്പൊ 3 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ 3/4. അടുത്തതോ അറ്റ്മോസ്റ്റ് 1 ഹെഡ്. മാക്സിമം 1 ഹെഡ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മാക്സിമം 1 ഹെഡ് മാത്രം. അപ്പൊ ഇത് പറ്റും, മാക്സിമം 1 ഹെഡ് അവിടെ ഉള്ളൂ. ഇതും പറ്റും, മാക്സിമം 1 ഹെഡ് അവിടെ ഉള്ളൂ. ഇതും പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അത് പറ്റും. കാരണം എന്താ? മാക്സിമം 1 ഹെഡ് ഉണ്ടാവണം. മാക്സിമം 1 ഹെഡ് ഉണ്ടാവാൻ പാടുള്ളൂ. അത്രേ പറയുന്നുള്ളൂ. ഹെഡ് ഉണ്ടാവാണ്ടെന്ന കുഴപ്പമുണ്ടോ? ഇല്ല. ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. മാക്സിമം 1 ഹെഡ് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവിടെ ഒന്നും കൂടാൻ പാടില്ല എന്നുള്ളൂ. അഥവാ 2 ഹെഡ് വരുന്ന ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം 1 ഹെഡ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റിയാണ് പറയുന്നത്. അവിടെ ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ എത്ര ഉണ്ട്? അവിടെ 1 2 3 എണ്ണം ഉണ്ട്. സോ 3/4. നെക്സ്റ്റ് നോ ഹെഡ്. ഹെഡ് ഇല്ലാത്തത് അവിടെ മാത്രമാണ്. ഇതിൽ TTയിൽ മാത്രമാണ് ഹെഡ് ഇല്ലാത്തത്. അഥവാ ഒറ്റയൊന്ന് 1/4. ഈ 2 ക്വസ്റ്റ്യൻസ് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മക്കളെ ഒരു ക്വസ്റ്റ്യൻ ഡാറ്റ ഹാൻഡ്ലിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പിച്ചോ ഇതായിരിക്കും. ഒന്നുകിൽ ഡൈ ഇടുന്നത് അല്ലെങ്കിൽ കോയിൻ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ടൈപ്പ് ഇതിൽ തന്നെ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ഡൈയിലാണെങ്കിൽ ഒരു 9ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഒരു 6ഓളം സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട്, ഈ 2 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് തന്നെ മക്കൾ പഠിച്ചു പോവാം. അതോടൊപ്പം നമ്മുടെ പൈ ചാർട്ട് വരയ്ക്കാൻ പഠിച്ചു പോവാം. പിന്നെ കാർഡ് പ്രോബ്ലം. നമ്മളെ കല്യാണ വീട്ടിലൊക്കെ അമ്മാവന്മാരൊക്കെ രാത്രിയൊക്കെ ഇരുന്നിട്ട് പാർട്ടീൻ്റെ അന്നൊക്കെ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഷീറ്റ് കളിക്കുന്ന കണ്ടിട്ടില്ലേ? കാർഡ്. അതിന്റെ പ്രോബ്ലം കൂടെ പഠിച്ചിട്ട് പോകണം. അതിനും പ്രോബ്ലം ഉണ്ട്, പ്രോബബിലിറ്റിയിൽ പ്രോബ്ലം ഉണ്ട്. അത് പഠിക്കാൻ മക്കൾ എന്ത് ചെയ്തെന്ന് അറിയാം? ജസ്റ്റ് ക്ലാസ് 8 CBSE കാർഡ് പ്രോബ്ലം സൈലം എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം എടുത്തു വെച്ച വീഡിയോ വരും. കാർഡ് പ്രോബ്ലം, കാർഡിൽ ഒരു പെട്ടിയിൽ എത്ര കാർഡ് ഉണ്ട്, അതെങ്ങനെയാണ് പ്രോബബിലിറ്റി വരുന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രം കണ്ടുപോയാൽ അതും നിങ്ങൾക്ക് സെറ്റായി. ഓക്കെ അല്ലേ? സോ കൃത്യമായിട്ട് പഠിച്ചു പോയിക്കോളാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡാറ്റ ഹാൻഡ്ലിംഗ്. നല്ലപോലെ മാർക്ക് വാങ്ങിക്കോളാം കേട്ടോ. ഓക്കെ, ബൈ.